നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാതെ മുന്നോട്ട് പോകുന്ന കോൺഗ്രസ്. രാഷ്ട്രീയ ശുദ്ധിയില്ലാത്ത ഈ നിലപാട് രക്ഷാപ്രവർത്തനമോ? നാളെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ വിഴുപ്പ് ചുമക്കാനാണോ പാർട്ടി തീരുമാനം? മുൻകൂർ ജാമ്യം കിട്ടിയാൽ അത് അഗ്നിശുദ്ധി വരുത്തിയെന്നതിന് തുല്യമാണെന്നാണോ കോൺഗ്രസ് കരുതുന്നതെന്ന ചോദ്യം ഉയരുകയാണ്. ജാമ്യം ഒരു നിയമാവകാശം, നൈതിക വിലയിരുത്തലിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെന്ന് പാർട്ടി മറന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചുറ്റിയുള്ള രാഷ്ട്രീയ ചൂടിൽ ജാമ്യത്തെ ക്ലീൻ ചിറ്റാക്കി വായിക്കാൻ ശ്രമിക്കുന്നത് തന്നെ പാർട്ടിയുടെ നിലപാടിനെ കൂടുതൽ സംശയത്തിന്റെ നിഴലിലേക്ക് തള്ളുകയാണ്. പാർട്ടിയാണ് വലുതെന്ന മുന്നറിയിപ്പ് പാർട്ടിക്കുള്ളിൽ നിന്ന് വന്നിട്ടും ആരും ഒളിച്ചു നടക്കുന്ന MLAയെ സംരക്ഷിച്ചിട്ടില്ലെന്ന് പറയുന്ന പാർട്ടി നേതൃത്വം അപഹാസ്യരാവുകയാണ്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും പാലക്കാട്ടെ പാർട്ടി വേദികളിൽ നേതാക്കൾക്ക് പുല്ലുവില നൽകി വിലസിയ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കണമെന്ന് പറയാൻ ഇന്നുവരെ കാത്തിരിക്കേണ്ടി വന്നു പല കോൺഗ്രസ് നേതാക്കൾക്കും. പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ പണയം വെച്ചിട്ടും മാങ്കൂട്ടത്തിലിനെ ചുറ്റിയുള്ള അദൃശ്യ സംരക്ഷണം തുടരുന്നതാണ് ഇന്നുയരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യം. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മാങ്കൂട്ടത്തിൽ എന്ന് ഈ വിഴപ്പ് എന്നുവരെ കോൺഗ്രസ് ചുമക്കും? പണ്ടിപ്പേരിൽ പങ്കെടുക്കുന്നത് ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ബി റെജി എന്നിവരാണ്. ഒപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി സജന ബി സാജൻ കൂടി പങ്കെടുക്കുകയാണ്. ആദ്യം ശ്രീ ബി റെജി, ഇന്നും കോൺഗ്രസ് നേതാക്കൾ ചിലർ പറയുന്നുണ്ടായിരുന്നു നടപടി എടുത്തതാണെന്ന്, അതായത് സസ്പെൻഡ് ചെയ്തതിൻ്റെ കാര്യമാണ്. അതല്ലാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ആവശ്യം പാർട്ടിയിൽ തന്നെ, യൂത്ത് കോൺഗ്രസിൽ തന്നെ ഉയർന്നു വന്നിട്ട് പോലും അതിനെക്കുറിച്ച് ഒരു അക്ഷരം നേതാക്കൾ മിണ്ടുന്നില്ല. അതേ സമയത്ത് VM സുധീറിനെയും അജയ് തറയിലിനെയും മുരളീധരനെയും പോലെയുള്ള നേതാക്കളൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇത്ര താമസം? ഈ വിഴുപ്പ് ചുമക്കണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധമുള്ളത് കോൺഗ്രസ് പാർട്ടിയിൽ? നോക്കൂ മഞ്ജുഷ്, എത്ര ദയാരഹിതമാണ് കോൺഗ്രസ് പാർട്ടിക്ക് നേരെ എതിരാളികൾ ഇക്കാര്യത്തിൽ വിരൽ ചൂണ്ടുന്നത്. ഒരു ആരോപണം കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അംഗമായിരുന്ന ഒരു MLAക്കെതിരെ ഉയർന്നു വന്ന ആദ്യ ഘട്ടത്തിൽ മാതൃകാപരമായി, അതായത് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വീകരിക്കാത്ത തരത്തിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ തല ഉയർത്തി നിന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. ആ ഒരു നടപടിയിൽ അത് ഒതുക്കിയില്ല. 3 നടപടികളാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദത്തിൽ നിന്ന് ഒഴിവാക്കി. അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അനിശ്ചിത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി. ഇനി അതുമാത്രമല്ല, തെരഞ്ഞെടുക്കപ്പെട്ട MLA എന്നുള്ള നിലയിൽ പാർലമെൻ്ററി പാർട്ടിയിൽ അംഗത്വമായിരുന്ന അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തു. അത് മാത്രമല്ല, ബഹുമാന്യനായ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർക്ക് അത് സംബന്ധിച്ച് കത്തും നൽകി. ഇങ്ങനെ 3 തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി അതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ഇനി ഫോർമലായി ഒരു പുറത്താക്കലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ കോൺഗ്രസിൻ്റെ ഭരണഘടന കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. കോൺഗ്രസിൻ്റെ ഭരണഘടനയിലെ മെമ്പർഷിപ്പ് എന്നുള്ള പദത്തിൽ ധാർമ്മികമായ അധപ്പതനമുള്ള ഒരു വ്യക്തി കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വമെടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി ഇതിൻ്റെ പൂർവ്വപിതാക്കൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ധാർമ്മികമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. ഇവിടെ ധാർമ്മികമായി അധപ്പതിച്ച ഒരു വ്യക്തിയെ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നത് എന്ന ചോദ്യമുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞു ഇത്രയും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, മാതൃകാപരമാണെന്ന്. ശരി, പക്ഷേ ഈ മാതൃകാപരമായ നടപടി എടുത്തു എന്നുള്ള കാര്യം പിന്നീട് എന്തുകൊണ്ട് ബോധ്യപ്പെടുത്തുവാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല? ഇതേ ആൾ തന്നെ കോൺഗ്രസിന് വേണ്ടി, UDFന് വേണ്ടി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് നടത്തുന്നപ്പോഴും പാർട്ടി വേദികളിൽ, പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന വേദികളിൽ കടന്നിരുന്ന് അവിടെ നെഞ്ചു വിരിച്ചു നിന്നത് അത് പാർട്ടിയിലെ നേതാക്കൾക്കെതിരെയായിരുന്നു. എന്തുകൊണ്ട് അന്ന് തടഞ്ഞില്ല? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആർക്കും ഒരക്ഷരം ചോദിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ആ മാതൃകാപരമായ നടപടിയൊക്കെ അവിടെ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്, നിർവീര്യമാക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പരാതി ഉയർന്നു വന്നപ്പോൾ പാർട്ടിയുടെ മുഖമാണ് വികൃതമാകുന്നത്. കാരണം പാർട്ടിക്ക് ഒപ്പം നടന്നയാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സസ്പെൻഡ് ചെയ്തു എന്ന് നിങ്ങൾ പറയുമ്പോഴും പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ചാണെങ്കിൽ ധാർമ്മികമായി അധപ്പതിച്ച ഒരു വ്യക്തിക്ക് പാർട്ടിയോടൊപ്പം സഞ്ചരിക്കാൻ സാധ്യമല്ല. ശ്രീ ബി റെജി, അത് ചില നേതാക്കളെങ്കിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതെ, അദ്ദേഹം വെർച്വലി ഇപ്പോൾ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയായി മാറിയിരിക്കില്ല. മാറിയിട്ടില്ല. കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയായിട്ട് മാറിയിട്ടില്ല. സജന ബി സജൻ അങ്ങനെ കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? അങ്ങനെയാണെങ്കിൽ താങ്കളെ പോലെയുള്ളവർക്ക് വീണ്ടും വീണ്ടും ആവശ്യപ്പെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്?
തീർച്ചയായിട്ടും കോൺഗ്രസുമായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് തുടർച്ചയായി ഇങ്ങനെ പരാതികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കോൺഗ്രസുമായി കഴിഞ്ഞ 3 മാസക്കാലത്തോളമായി അദ്ദേഹത്തിന് കോൺഗ്രസുമായി യാതൊരു രീതിയിലുള്ള ബന്ധവും ഇല്ല എന്നുള്ളത് പാർട്ടിയുടെ നേതാക്കൾ തന്നെ ഇതിനോടകം അറിയിച്ചിരുന്നതാണ്. പക്ഷെ പ്രാദേശികമായിട്ടുള്ള ചില ഇടപെടലുകളിൽ മൂലമാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമായി കൊണ്ട് മുന്നോട്ട് വന്നതും ഈ പാർട്ടി ഇത്രത്തോളം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അനിശ്ചിതത്വത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നെത്തിച്ചതും അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ മറ്റെന്തോ ഒരു താല്പര്യവും ചില പ്രാദേശികമായ നേതാക്കളുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒരു നിമിഷം പ്രാദേശികമായ നേതാക്കളുടെ ഇടപെടലിനെ മറികടക്കാൻ ഇത്തരമുള്ള ഒരു ധാർമ്മികമായ വിഷയത്തിൽ കെൽപ്പില്ലാത്തവരാണോ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉള്ളത് സജന? രാഹുൽ മാങ്കൂട്ടത്തിന് കെട്ടിയിടാനൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ട് കഴിയില്ലല്ലോ. അദ്ദേഹത്തിന് കൊടുക്കേണ്ടുന്ന ഒരു നടപടി എന്താണോ അത് ഈ ഇതിനോടകം തന്നെ ഈ കഴിഞ്ഞ ആരോപണം നേരിട്ട് ഈ 3 മാസക്കാലത്തോളമായി ആ ആരോപണം ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ തന്നെ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഉണ്ടായത്. അത് മറ്റൊരു പാർട്ടിയും എടുക്കാത്തൊരു നിലപാട് വളരെ ശക്തമായി തന്നെ കോൺഗ്രസ് പാർട്ടി ഇവിടെ എടുക്കുമ്പോൾ ആ ഒരു നിലപാടിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ പല പാർട്ടിക്കാരും തയ്യാറായി നിൽക്കുകയാണ്. അവരാരും ഈ ഒരു പാർട്ടി ഈ ഒരു കാര്യത്തിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പല MLA-മാരും ഇന്നും പല പാർട്ടികളിലും, അതായത് CPM പോലൊരു പാർട്ടിയിൽ ഈ മുകേഷ് MLA ആരോപണ വിധേയനാണ്. അദ്ദേഹം ഇന്നും ഈ പാർട്ടിയിൽ MLA ആയി തുടരുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും ശക്തമായ ഒരു നിലപാടെടുത്ത് സ്ത്രീപക്ഷ നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിലൊരു നിലപാടെടുത്തപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നത് ഈ ഒരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ ആ ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ ഒരു സാഹചര്യത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു വ്യക്തിയെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് സജന? ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ നിമിഷം വരെ പാർട്ടിയിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ, പുറത്താക്കിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ. ഇന്ന് നടപടി വരുമെന്നൊക്കെയുള്ള ഒരു കേട്ടുകേൾവി ഉണ്ടായിരുന്നു, അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷെ അതും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത് വരെ കാത്തിരിക്കുന്നു എന്ന രീതിയിലാണല്ലോ. അത് ശരിയാണോ അങ്ങനെ ചെയ്യുന്നത്? അല്ല, ഇന്നത്തെ ദിവസം ഇതുവരെ അവസാനിച്ചിട്ടില്ലല്ലോ. ഇപ്പോ സമയം 7:10 ആയിട്ടുള്ളൂ. സമയം ഇനിയുണ്ട്. പാർട്ടി ഒരു നിലപാട് കൈക്കൊള്ളുമെന്ന് ഇപ്പോ ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അടുത്ത കർത്തവ്യം. അത് ഉടനെ തന്നെ ഇന്ന് പുറപ്പെടുവിക്കും, അങ്ങനെ ഒരു തീരുമാനം പുറപ്പെടുവിക്കും എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ തീർച്ചയായിട്ടും പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്നും KPCC പ്രസിഡന്റ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. KPCC പ്രസിഡന്റ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അഭ്യൂഹങ്ങളാണ് പരന്നിരുന്നത്. ഞാൻ ചോദിച്ചത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത് വരെ ഇനി എങ്ങാനും മുൻകൂർ ജാമ്യം കിട്ടിയാൽ അഗ്നിശുദ്ധി വരുത്തി എന്നാണോ? ഒരിക്കലുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു വ്യക്തി ഇതുവരെയും 2 ദിവസത്തിന് മുൻപ് വരെ കേവലം ഒരു ആരോപണ വിധേയനായിരുന്നു എന്നുള്ളതിൽ ഉപരി ഇപ്പോൾ 2 പരാതികൾ നിലനിൽക്കുന്ന, രണ്ടും വളരെ പ്രധാനപ്പെട്ട 2 പരാതികൾ ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയം ഒരിക്കലും ഒരു ആരോപണ വിധേയൻ എന്നുള്ളതിലല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പീഡന പ്രതിയാണ്. ഒരു വളരെ ബ്രൂട്ടലി 2 പെൺകുട്ടികളെ, മൃഗീയമായി 2 പെൺകുട്ടികളെ തേജോവധം ചെയ്ത ഒരു പ്രതിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ പോലൊരാളെ ഒരിക്കലും ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് ഒരു മാധ്യമ പ്രവർത്തകരോ മറ്റൊരു പാർട്ടിക്കാരോ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇത് പാർട്ടിയുടെ നിലപാടാണ്. ശരി, ശ്രീ റെജി ലൂക്കോസ്, ഉറച്ച ഒരു നിലപാടാണ് ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് തന്നെ, യൂത്ത് കോൺഗ്രസിന്റെ നേതാവിൽ നിന്ന് തന്നെ ഉയർന്നു വരികയാണ്. അത് പറയുവാനുള്ള ആർജവം കാണിച്ചു സജന ബി സാജൻ. അവർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹിയാണ് സജന. CPM-ൽ ആർക്കും ഉണ്ടാകാത്ത ഒരു ധൈര്യമാണിത്. തീർച്ചയായിട്ടും മഞ്ജുഷ്, ഞാൻ സജന പാടത്തിനെ ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. എനിക്ക് വേറൊരു കാര്യം പറയാം. ഈ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ ദേശീയ തലത്തിലുള്ള ഒരു പാർട്ടിയാണ്. ഗുലാം നബി ആസാദ്, ജ്യോതിരാജ് സിന്ധ്യ, ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ, അതുപോലെ തന്നെ ഏതാണ്ട് ഏറ്റവും ഉന്നതങ്ങളിൽ നിന്ന് 120 ആളുകളെ ഒരു തെറ്റും ചെയ്യാതെ കണ്ട്, മൈൻഡ് ചെയ്യാതെ കണ്ട് അപമാനിച്ച് പുറത്തേക്കുള്ള വഴി കാട്ടിക്കൊടുത്തൊരു പാർട്ടിയായിരുന്നു ഈ കോൺഗ്രസ് പാർട്ടി. എന്നാൽ ഇന്ന് ഈ പാർട്ടിക്കും സാക്ഷാൽ രാഹുൽ ഗാന്ധിക്കും കേരളത്തിലെ മൊത്തത്തിലുള്ള ജനങ്ങൾക്ക് ബാധ്യതയായിരിക്കുന്ന ഒരു ഇൻബോൺ ക്രിമിനലിനെ ഇവർ സംരക്ഷിക്കുന്നതിന്റെ ദുരൂഹതയാണ് കേരളം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ CPM-നെ കുറ്റപ്പെടുത്തിക്കോളൂ. CPM-നെ കുറ്റപ്പെടുത്തി നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്താന്നുള്ളത്. പക്ഷെ ചോദ്യം ബാലൻസ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റും അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ നമ്മുടെ അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ പോലെയുള്ളവരുടെ ഒരു ചെറിയ സംഘം ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു? അതിന്റെ തെളിവല്ലേ ഹൈക്കമാൻഡിൽ നിന്ന് 2 ഇൻഡാസി എന്നു
പിന്നെ പ്രിയരഞ്ജൻ ദാസ് പിന്നെ മുൻഷിയുടെ ഭാര്യ, കേരളത്തിലെ നിരീക്ഷക സാക്ഷാൽ KC വേണുഗോപാല് ഇയാളെ എടുത്ത് പുറത്തു കളയാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് KPCC നടപടി സ്വീകരിക്കാൻ പറഞ്ഞു. പക്ഷേ ഈ KPCC നടപടി സ്വീകരിച്ചില്ല. രമേശ് ചെന്നിത്തല ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കണം, പിന്നെ ഇയാളെ പുറത്താക്കുന്നത് പരസ്യമായിട്ട് രാവിലെ ആദ്യം തന്നെ മാധ്യമങ്ങൾ ബൈറ്റ് കൊടുത്ത പുകഞ്ഞ കൊള്ളി പുറത്തേന്ന് പറഞ്ഞ KM മുരളീധരൻ സാക്ഷാൽ AK ആന്റണി ഒഴിച്ചുള്ള മുൻ KPCC പ്രസിഡന്റുമാർ ജീവിച്ചിരിക്കുന്നവർ മുഴുവൻ ഇയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞു. അതിലുപരി വനിതകളായിരിക്കുന്ന കേരളം ബഹുമാനത്തോടെ കാണുന്ന ഉമാദോസ് MLA, ഷാനിവാസ് ഉസ്മാൻ ഇന്ന് പത്രസമ്മേളനത്തിൽ പുറത്താക്കാൻ പറഞ്ഞു. KK രമ, ബിന്ദു കൃഷ്ണ, ഈ ഇരിക്കുന്ന സാക്ഷാൽ സജിനിയെ പോലുള്ളവരൊക്കെ ഇയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടും ഈ സംഘം എങ്ങനെയാണ് ഈ പാർട്ടിനെ കേരളത്തിൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ദേശീയ ചാനലിൽ നമ്മളെല്ലാവരും കാണുന്നതാണല്ലോ, ടൈംസ് പോലുള്ള ദേശീയ ചാനലുകളിൽ ഇയാളെ കുറിച്ച് വന്ന ചർച്ചകൾ എന്താ അറിയാമോ? ആ ചർച്ച എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ക്ലോസ് അസോസിയേറ്റ് സെയിം പേരുകാരൻ കേരളത്തിൽ ഇതുപോലത്തെ ഇയാൾ കാണിച്ച പോലെ ശ്രീവേട്ടകൾ നടത്തി ഈ പാർട്ടിനെ വല്ലാത്ത അവസരമാക്കിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധിയുടെ ക്ലോസ് അസോസിയേറ്റ്, അങ്ങനെ രാഹുൽ ഗാന്ധി പല സ്ഥലത്തും പോയ ചിത്രങ്ങൾ സഹിതം കാണിച്ച് ആ ദേശീയ മാധ്യമം പോലും വിമർശിച്ചിട്ടും ഇന്നലെയും ദേശീയ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുത്ത് ഇന്ത്യ ഇതുവരെ കാണാത്ത സമാനതകളില്ലാത്ത ഒരു സ്ത്രീവേട്ടക്കാരൻ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പാർട്ടിയുടെ കേരള ഘടകം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകേണ്ട ബാധ്യത വന്നിരിക്കുകയാണ്. ഇപ്പോൾ CPM ഇത് പറയാനുള്ള അർഹതയില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയും കേട്ടോ. കാരണം മുകേഷിന്റെ കാര്യത്തിലൊന്നും അവരൊരു നടപടിയും എടുത്തിട്ടില്ല. പക്ഷെ CPM അല്ല ഈ വിഷയത്തിൽ കോൺഗ്രസ്. ധാർമ്മിക നിലവാരം ഞങ്ങൾ പുലർത്തുന്നു എന്ന് ഉച്ചത്തിൽ പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിന് നേരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഇവിടെ വരുമ്പോൾ CPM അത് എടുത്തിട്ടില്ലല്ലോ, അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറ്റുകയില്ല. ഒറ്റ ചോദ്യത്തിന് പറഞ്ഞോട് പറഞ്ഞാൽ മതി. കോൺഗ്രസിന്റെ ധാർമ്മികത ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് കമ്പയർ ചെയ്ത് നോക്കിയേ. എന്ത് ധാർമ്മികതയുള്ള 4-5 വർഷങ്ങൾക്ക് മാത്രം കേരളത്തിൽ രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കേരളത്തിൽ ഒരു പൊടുന്നനെ അയാൾ കൃത്രിമ മാർഗത്തിലൂടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നു. KM മുരളീധരന് കൊടുക്കേണ്ട പാലക്കാട് സീറ്റ് അയാളെ പോലും അവഗണിച്ചുകൊണ്ട് ഇയാളെ കെട്ടിയിറക്കുന്നു, അവിടെ നിർബന്ധപൂർവ്വം കെട്ടിയെടുക്കുന്നു. ഇപ്പോൾ അയാൾ കോടികൾ വീശിക്കൊണ്ട് ക്രിമിനൽ സംഘത്തിനെ അയാൾ ഫോം ചെയ്തിരിക്കുന്നു. ശരി, സജന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഗതികേടിലായിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ. എന്തുകൊണ്ട് നേതൃത്വം ഇങ്ങനെ മടി കാണിക്കുന്നു എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത്. അല്ല മഞ്ജുഷ, ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് അവർ പറയണ്ടായി, ചില നേതാക്കളുടെ മാത്രം ഒരു പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവര് എന്തുകൊണ്ട് അത് ചെയ്തില്ല, അവരെന്തുകൊണ്ട് അത് പറയുന്നു എന്ന്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കുന്നതും കോൺഗ്രസിന്റെ നേതാക്കളാണെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് ഒന്ന് ഓർക്കണം. ഇപ്പോ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പോലുള്ളവർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ അതേ നിരയിൽ നിൽക്കുന്നതാണ് ശ്രീ KC വേണുഗോപാൽ, അതുപോലെ തന്നെ VD സതീശൻ, പിന്നെ മറ്റ് ഈ K മുരളീധരനെ പോലുള്ള, രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കളെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എതിരെ തന്നെ സംസാരിച്ചുകൊണ്ട് കർശനമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. പക്ഷെ ഈ ആവർത്തിച്ച് എന്തുകൊണ്ടത് കോൺഗ്രസ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ നിങ്ങളൊന്ന് സ്വയം കണ്ണാടി നോക്കി ഒന്ന് വിമർശനം ഉന്നയിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു നിലപാട്. കാര്യം CPM എന്തുകൊണ്ടും CPM അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാനൊന്ന് പറയട്ടെ CPM അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ CPM അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഒന്നുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസിന്റേതായ നിലപാടുണ്ട്, ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികതയുടെ യഥാർത്ഥ മുഖമാണ് നിങ്ങൾ കഴിഞ്ഞ 3 മാസക്കാലത്തോളമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് നിലപാടെടുത്തു എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വയം കണ്ണാടി ഒന്ന് നോക്കുക. അവിടെ ആരോപണ വിധേയരായിട്ടുള്ളവർ ഇപ്പോഴും നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ ആ ഒരു വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നാളുകളിലേക്ക് മാറ്റിവെക്കാതെ ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. പക്ഷെ അതൊരിക്കലും ഒരു CPM ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്.
ഇപ്പൊ കോൺഗ്രസിന്റെ ധാർമ്മികത, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം അത് കോൺഗ്രസിന്റെ നേതാക്കളുടെ കയ്യിലാണ്. അത് കോൺഗ്രസ് കൃത്യമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും. അത് കൃത്യമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അതെ, സജനയുടെ ആത്മവിശ്വാസവും അതാണ്. ഇന്ന് രാത്രി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നുള്ള നിലപാട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവർത്തിക്കുന്നുണ്ട്. അതായത് ഈ സമ്മർദ്ദം നേരത്തെ തന്നെ സജന ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നതാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, ഇത്തരത്തിലുള്ള ആളുകളെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ആവശ്യപ്പെട്ട സജന അതേ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കും എന്നുള്ള ആത്മവിശ്വാസം. അതുപോലെ കോഴിക്കോട് നിന്ന് MA ഷഹനാസും ഇക്കാര്യത്തിൽ ചില നിലപാട് അറിയിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണം കൂടി ഒന്ന് കേട്ടു നോക്കാം. ഞാൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അന്നത്തെ MLA യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ കമ്മിറ്റിയിലെ ലിറ്ററേച്ചർ സ്റ്റേറ്റ് ചെയർപേഴ്സൺ ആയിരുന്നു. ആ കമ്മിറ്റിയിൽ തന്നെ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടവും സ്റ്റേറ്റ് സെക്രട്ടറിയും അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി നിലവിൽ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു കാൻഡിഡേറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് JS അഖിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് യൂത്ത് കോൺഗ്രസിൽ തന്നെ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. അപ്പം പേഴ്സണലി എനിക്ക് മനസ്സിലായിട്ടുള്ളതും ഒരുപാട് യൂത്ത് കോൺഗ്രസിലടക്കമുള്ള മഹിളാ കോൺഗ്രസിലടക്കമുള്ള സ്ത്രീകൾക്ക് വ്യക്തമായി ധാരണയുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആ വ്യക്തി പ്രസിഡന്റായി വരുന്നു എന്നും അതിനുള്ള ശ്രമം ശ്രീ ഷാഫി പറമ്പിൽ MLAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്ന് തോന്നിയപ്പോഴും ഞാൻ കൃത്യമായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്കും അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മെസ്സേജ് അയച്ചിട്ട് ഷാഫി പറമ്പിൽ MLAയോട് അന്ന് ഞാൻ സംസാരിച്ചത്. അതിന് മറുപടി തരികയോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് എഴുതിയ ആ പോസ്റ്റിൽ എഴുതിയ ഒരു സാധനം തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കാരണം ഞാനൊരു എഴുത്തുകാരിയാണ്. സ്ത്രീപക്ഷ നിലപാടിന് ഏത് പക്ഷത്തേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. രാഹുലിനെതിരെ ഷഹനാസ് ശക്തമായിട്ടുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. മോശമായി പെരുമാറിയെന്ന് തന്നെയാണ് MA ഷഹനാസ് പറയുന്നത്. ഒപ്പം വരാൻ ഡൽഹിയിലേക്ക് ക്ഷണിച്ചു എന്ന് പോലും അവർ പറയുന്നുണ്ടെന്ന് ഫേസ്ബുക്കിലും ഇക്കാര്യം അവർ പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കരുത് എന്നുള്ള കാര്യം ഷാഫിയെ പോലെയുള്ള നേതാക്കളോട് താൻ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യവും ഷഹനാസ് എന്ന് പറയുകയാണ്. ചില്ലറ കാര്യമല്ല ഇത്. ശ്രീജിത്ത് പണിക്കർ, ഈ കോൺഗ്രസ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇങ്ങനെ പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. കോൺഗ്രസിന് മുന്നിൽ ഒരു തടസ്സവും കാണുന്നില്ല പുറത്താക്കുന്നതിന് വേണ്ടി, പക്ഷേ എന്തോ ഒരു അദൃശ്യ സംരക്ഷണം അവിടെയുണ്ട്. ശ്രീ മഞ്ജുഷ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഏറ്റവും താരതമ്യേന പരിചയം കുറഞ്ഞ MLA ആണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്ന് നിയമസഭയിലുള്ള കോൺഗ്രസിന്റെ MLAമാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രവൃത്തി പരിചയ കുറവുള്ള ഒരു വ്യക്തിയാണ്, ജൂനിയർ മോസ്റ്റ് ആണ്. നമ്മൾ സാധാരണഗതിയിൽ പാർട്ടികളൊക്കെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കാണുന്നത് കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ആൾക്കാരെയാണ്. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് പാർട്ടി തന്നെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ കേസ് വരുന്ന സമയത്ത് 3-4 ദിവസം മുമ്പാണ് ശ്രീ അടൂർ പ്രകാശിനെ പോലെ കേരളത്തിലെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഈ സമയം, ഈ ടൈമിംഗ് ഇതെല്ലാം തന്നെ CPMന്റെ ഒരു കെണിയാണ് എന്ന നിലയ്ക്കും ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുമൊക്കെ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ലല്ലോ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കേസ് കൊടുക്കുന്നതിന്റെ ടൈമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കാനായിട്ട് ഇവരൊക്കെ തന്നെ ശ്രമിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം. 2, ഇവിടെ നമുക്കറിയാം മനോരമയുടെ പുസ്തകോത്സവത്തിൽ ശ്രീ ഷാഫി പറമ്പിൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം തീരുമാനിച്ചു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിനെ പുറത്താക്കി എന്നതിനേക്കാൾ അത് അദ്ദേഹത്തിന്റെ കൂടി തീരുമാനമാണ്. അങ്ങനെ സ്വയം തീരുമാനിക്കാനുള്ള ഒരു സ്വയം നിർണയ അവകാശം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് പോലും ഉണ്ട് എന്ന ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റി എത്രത്തോളം നിഷ്കളങ്കരാണ്, എത്രത്തോളം നല്ല കുട്ടിയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പൊ പുറത്ത് പോയ KPCC അധ്യക്ഷൻ ശ്രീ K സുധാകരൻ പറയുന്നത് നമ്മൾ കണ്ടു. ഇതിൽ ഒരു അചഞ്ചലമായിട്ടുള്ള നിലപാട് ആദ്യം മുതൽ സ്വീകരിച്ചിരിക്കുന്ന വളരെ ചുരുക്കം നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. അതിൽ 1-ാം സ്ഥാനം നമ്മൾ നൽകേണ്ടത് ശ്രീ VD സതീശനുമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. പക്ഷേ സതീശൻ പോലും ഇപ്പോൾ ഈ പുറത്താക്കണം എന്നുള്ള ആവശ്യം പാർട്ടിയിൽ നിന്ന് പോലും ഉയരുമ്പോൾ അക്കാര്യത്തിലേക്ക് സതീശനും വരുന്നില്ല. സതീശന്റെ ഇന്നത്തെ പ്രതികരണം കേട്ടതിന് ശേഷം വരാം. VD സതീശന്റെ ഇന്നത്തെ പ്രതികരണം. അല്ലല്ല, അതെല്ലാം പാർട്ടി ആലോചിച്ച് ചെയ്യും. പിന്നെ ഇന്നലെയല്ലേ ഈ വിഷയം വന്നത്? ഇന്നലെയല്ലേ ഈ വിഷയം വന്നുള്ളൂ. ഇന്നലെ ഞങ്ങൾ ആലോചിക്കട്ടെ, ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ, ഞങ്ങൾ അതിന്റെ വിവിധ വശങ്ങൾ അറിയട്ടെ. ഒരു പരാതി നമുക്ക് വന്നതല്ലേ, പേര് പോലും ഇല്ലാത്ത പരാതിയാണ്.
എങ്കിലും നമ്മൾ അന്വേഷിക്കണം. നമ്മൾ അന്വേഷിച്ച് നമ്മൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി എടുക്കും. ഒരു കേസ് കോടതിയിലുണ്ടല്ലോ, അതിന് ഞങ്ങൾ വല്ല തടസ്സവും പറഞ്ഞോ? കേസെടുത്തതിന് അന്വേഷിക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നല്ലേ KPCC പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടാണ്. അല്ല ശ്രീ ശ്രീജിത്ത് പണിക്കർ, എന്താണ് കൃത്യമായ നിലപാട് എന്നതിലാണ്. സതീശൻ ശരിയാണ്, തുടക്കം മുതൽ തന്നെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്തത് എന്ന കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. പാർട്ടി വേദിയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോഴും സതീശന്റെ നിലപാട് അത് തന്നെയായിരുന്നു. പക്ഷേ പുറത്താക്കാനുള്ള കാരണത്തിലേക്ക് വരുന്നില്ല. ഇന്നലെ കിട്ടിയ പരാതിയെക്കുറിച്ച് പറയുന്നുണ്ട്, KPCC അത് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയും ഒരു സംശയത്തിന്റെ കാര്യം, ആ പരാതിയിൽ ഒരു സംശയം ഉള്ളതുപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. സതീഷിന്റെ വാക്കുകളിലും അത് തന്നെയാണ്, ആ പരാതി ഫേക്ക് ആണോ എന്നുള്ള കാര്യവും അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് അല്ലേ? ഞാൻ അങ്ങനെ അല്ല അതിനെ കാണുന്നത് മഞ്ജുഷ്. ഞാൻ അതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും, ഉചിതമായ സമയത്തെടുക്കും എന്നാണ് പറയുന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു MLA കാര്യത്തിൽ എന്താണ് ഇനിയുള്ള ഉചിതമായിട്ടുള്ള തീരുമാനം? ഒരിക്കൽ സസ്പെൻഡ് ചെയ്താൽ അദ്ദേഹത്തിന് വീണ്ടും സസ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാളിന്റെ പുറത്തെടുക്കാൻ കഴിയുന്ന രണ്ട് തീരുമാനങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ ആ സസ്പെൻഷൻ റിവോക്ക് ചെയ്തിട്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവരിക, രണ്ട് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഡിസ്മിസലായി മാറ്റുക. അപ്പോൾ എന്തായാലും ആദ്യത്തേതല്ല എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ സസ്പെൻഷനിലായിരിക്കുന്ന ഒരാളിന്റെ പുറത്ത് ഇനി ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞാൽ ഉചിതമായിട്ടുള്ള ഒരൊറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ തീരുമാനം ഒറ്റയ്ക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ സതീശന് കഴിയുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിയിൽ തന്നെ തീരുമാനത്തിന്റെ ഭാഗമാകുന്ന പല മുഖ്യ നേതാക്കന്മാരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കൺസെൻസസ് അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ശ്രീ സതീശനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകണമെന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ട്, ഈ ചർച്ചയിൽ നമ്മളോടൊപ്പമുള്ള ശ്രീ സജനയായാലും ശ്രീ റെജി ആയാലും കോൺഗ്രസിന്റെ പക്ഷം പറയുന്ന സമയത്ത് ഒരു മോറൽ ഹൈഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് മറ്റൊരു പാർട്ടിയും ചെയ്യാത്തതുപോലെയുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ എടുത്തത് എന്ന്. പക്ഷെ ഞാൻ ആ വിഷയത്തിനെയും അങ്ങനെയല്ല കാണുന്നത്. ഇതല്ലാതെ മറ്റൊരു മാർഗം കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം ഇതൊരു മോറൽ ഹൈഗ്രൗണ്ട് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ള മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ കേസുകളിലും മറ്റുള്ള പാർട്ടികളെക്കാൾ വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ നിലപാടെടുക്കുന്നത് എന്നതായിരുന്നു കോൺഗ്രസിന്റെ സ്ഥായിയായിട്ടുള്ള പൊസിഷനെങ്കിൽ വിൻസെന്റ് MLA കാര്യത്തിലും പരാതി ഉണ്ടാകുന്ന സമയത്ത് ഇതേ തീരുമാനം ഉണ്ടാകണമായിരുന്നു. ശ്രീ എൽദോസ് കുന്നപ്പള്ളിലിന്റെ കാര്യത്തിൽ ഇതേ തീരുമാനം ഉണ്ടാകണമായിരുന്നു. അതിൽ തന്നെ നമുക്കറിയാം, ഈ ജാമ്യ കേസുമായി പോകുന്നതും ഒളിവിൽ പോകുന്നതും പിന്നീട് കിട്ടുന്നതും എത്ര പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു നാടകം ആ സമയത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഇതേ കാര്യം എടുത്തില്ല എന്ന് വെച്ചാൽ ഇത്തവണ ഒരുപക്ഷെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച് തള്ളിപ്പറയാനാവാത്ത വിധമുള്ള തെളിവും. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ അത് ആവർത്തിക്കുന്നത്, കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത നടപടിയാണെന്ന്. അതായത് പാർട്ടിക്ക് ബോധ്യം വന്നിരുന്നു ഇക്കാര്യം. അതെ, ഇതല്ലാതെ മറ്റൊരു മാർഗം ഇതിലില്ല. ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതോടും നമ്മുടെ പൊസിഷൻ വീക്ക് ആവുകയുള്ളൂ. ഇതിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതല്ലാതെ മാർഗമില്ല. ഒരൊറ്റ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏതൊരു ഘട്ടത്തിലാണ് ശ്രീ രാഹുലിനെതിരെ തീരുമാനം വരുന്നത്? ഇപ്പോൾ പരാതി വന്നിരിക്കുന്ന ആളിന്റെ പരാതിയുടെ പേരിലാണോ? അല്ല. ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് ആരാണ്, എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴിയും മുഖ്യധാരാ മാധ്യമങ്ങൾ വഴിയും നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പരാതി കിട്ടുന്ന സമയത്ത് ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേരത്തെ ഈ പറഞ്ഞ പോലെ സ്വയം നിർണയാവകാശമായിക്കോട്ടെ മാറി നിൽക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന് പിന്നെ അതിന്റെ തുടർ നടപടി എന്ന നിലയ്ക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ ഈ കേസുകളെ പറ്റി എല്ലാം കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞാൽ മറ്റൊന്ന് വരുന്നുണ്ട്. ഈ സൈക്കിളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒരെണ്ണം തെള്ളുന്നുണ്ടെങ്കിൽ മറ്റേതെല്ലാം വീഴുന്നത് പോലെ തന്നെ ഇനിയും ന്യായീകരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്കറിയാമായിരുന്നു. അതല്ലായിരുന്നുവെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കാര്യത്തിൽ ഇല്ലാത്ത ന്യായീകരണം എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്? എന്താണ് വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയിലും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള വ്യത്യാസം എന്താ? 3 പേരും MLA-മാരായിരിക്കുന്ന സമയത്ത് കേൾക്കുന്ന ആരോപണമല്ലേ? ഈ 3 കാര്യത്തിന്റെയും ന്യായാന്യായങ്ങൾ അന്വേഷിച്ച് തീരുമാനം എടുക്കേണ്ടതും തീർപ്പ് കൽപ്പിക്കേണ്ടതും കോൺഗ്രസ് പാർട്ടിയാണോ? അല്ല. പക്ഷെ എന്നിട്ടും ഈ വിഷയത്തിൽ അത് എടുത്തുവെങ്കിൽ അതിനർത്ഥം ഇറഫ്യൂട്ടബിൾ ആയിട്ടുള്ള എവിഡൻസ്, അത്രത്തോളം കൺവിക്ഷൻ കോൺഗ്രസിന്റെ സീനിയർ ലീഡർഷിപ്പിന് ഉണ്ടായിരുന്നു എന്നാണ്. ഇന്നത് MA ഷഹനാസിന്റെ വാക്കുകളിലും അത് പ്രകടമാണ്. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു മോറൽ സൈഡ് അത് എത്രമാത്രം മോശമായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇന്ന് MA ഷഹനാസിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഒരു പ്രതികരണം കൂടി കേൾക്കാം. ഷഹനാസിന്റെ, ഞാൻ വരാം ശ്രീധർ, ഷഹനാസിന്റെ ഒരു പ്രതികരണം കൂടി.
വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് കർഷക സമരം നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കർഷക സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. മറ്റൊന്ന്, എന്റെ കൂടെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ റിജി റഷീദ് ഉണ്ട്. അവർ ഹോമിയോ ഡോക്ടറാണ് തിരുവനന്തപുരത്തെ. ഞാനും അവരുമാണ് ഈ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ചമ്പാരൻ സമരത്തിനൊക്കെ ശേഷം നമ്മൾ കർഷക സമരം കാണുകയാണ്. കർഷകർ മോദി ഗവൺമെന്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ്. തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന്. അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയാ, കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല. ഇതാണ് ഷഹനാസിന്റെ വാക്കുകൾ. സജ്ന, പാർട്ടിയിൽ തന്നെ ഇപ്പോൾ ഷഹനാസ് പറയുന്ന കാര്യങ്ങൾ പാർട്ടിയിലെ തന്നെ വനിതാ നേതാക്കൾക്ക് ബോധ്യമുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്വഭാവം എങ്ങനെയാണെന്നത്, അല്ലേ? തീർച്ചയായും ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുൻപ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ തന്നെ നേരത്തെ കടുപ്പിച്ച് പറഞ്ഞിരുന്നത്. പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉള്ളതായി പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുകയുണ്ടായി. ഇപ്പോ ശ്രീമതി എം എ ഷഹനാസ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ അങ്ങനെ എനിക്കിതുവരെ നേരിട്ടുണ്ടായിട്ടുണ്ടെന്നല്ല, ഈ അവർക്കുണ്ടായിരുന്നത് പോലെ പല രീതിയിലും പലർക്കും ഉണ്ടായിരുന്നതായി ഞാൻ അറിഞ്ഞിരുന്നു. അതിന്റെ പേരിൽ തന്നെയാണ്, വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലൊരാളെ, അദ്ദേഹത്തെ ഇത്രയും വേഗം പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇത്രയും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നതും. ശരി റജി, സജ്ന പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? അപ്പോൾ ഇനി ഒരു നിമിഷം പോലും സംരക്ഷിച്ചു നിർത്താൻ പറ്റില്ല. സജ്നയുടെ പ്രതീക്ഷ ഇന്ന് രാത്രി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നുള്ളതാണ്. നോക്കൂ മഞ്ജുഷ്, ഈ ഇന്നു രാത്രി തന്നെ എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്നിട്ട് പുറത്താക്കണമെന്നതിൽ അർത്ഥവുമില്ല. ഇതൊരു പ്രസ്ഥാനമാണ്. ഇത് ഒരു ജനങ്ങളുടെ, അതായത് എനിക്ക് തോന്നുന്നു 34 ലക്ഷം അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിലെ ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി, ബഹുമാന്യനായ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നെന്ന് ചില നേതാക്കൾ. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കേരളത്തിൽ പറയുന്നത് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. KPCCയുടെ നിലപാട് പറയുന്നത് ബഹുമാന്യനായ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അവറുകളാണ്. അതുപോലെ UDFന്റെ നിലപാട് പറയുന്നത് ആരാണ്? കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. അവർ രണ്ടുപേരും സുവ്യക്തമായിട്ട് അവരുടെ നിലപാട് കേരള സമൂഹത്തിന് മുമ്പാകെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടിലാണ് എല്ലാ നേതാക്കളും ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ ഉചിതമായിട്ടുള്ള തീരുമാനം ഉചിതമായിട്ടുള്ള സമയത്തെടുക്കുമെന്നാണ് പറയുന്നത്. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ വിമർശനങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് ഈ കോൺഗ്രസ് ഒരു നന്മയുടെ ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ടാവാം, ആണ് എന്ന് തന്നെയാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു പോയിന്റ്. അതായത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള അധപ്പതനം ബാധിച്ചവരെ ഒരു നിമിഷം പോലും പാർട്ടിയുടെ ഭാഗമാക്കി നിർത്താതെ എത്രയും വേഗം പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന പൊതുസമൂഹത്തിന്റെ ന്യായമായ ആവശ്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. ഇനി ആർക്ക് വേണ്ടിയാണ് ഈ കാത്തുനിൽപ്പുള്ളത്? പാർട്ടിയുടെ പ്രതിച്ഛായ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഴുപ്പിനെ ചുമക്കുന്ന ഓരോ നിമിഷവും മോശമായി കൊണ്ടിരിക്കും. അതറിയാത്തവരല്ലല്ലോ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ. അല്പം മുമ്പ് സുധീരൻ പറയുന്നുണ്ടായിരുന്നു പാർട്ടിയിൽ ഇനി വെച്ചുകൊണ്ടിരിക്കരുത് എന്ന്. വളരെ വൈകിയാണ് മിക്ക നേതാക്കളും പ്രതികരിച്ചത് എന്നറിയാം. യുവ നേതാക്കളാണ് വളരെ ശക്തമായിട്ട് പ്രതികരിച്ചത്. ഇതുപോലും കേൾക്കാൻ മനസ്സില്ലാതെ ഈ KC വേണുഗോപാലും ഷാഫി പറമ്പിലും ഒക്കെ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നാൽ പാർട്ടി തന്നെ ഇല്ലാതാകും. അത്രയേ ഉള്ളൂ. നോക്കൂ ശ്രീ മഞ്ജുഷ്, ഈ പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട്. ഇതിൻ്റെ ലീഡർഷിപ്പ് അവരെ കൂടിയാലോചന നടത്തണ്ടേ? ഇനി എന്താണ് ബോധ്യം വന്നു? ഇപ്പൊ നോക്കൂ, ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടമാണ്. നേതാക്കൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ്. അവർക്കൊരു ആശയവിനിമയം കേന്ദ്രീകൃതമായി നടത്തുവാൻ ഒരുപക്ഷെ അവസരം ലഭിക്കുന്നില്ല. പൊതുസമൂഹത്തിൽ ഈ മാധ്യമങ്ങളുടെ ഒരു വിംസ് ആൻഡ് ഫാൻസിക്ക് അനുസരിച്ചല്ല ഒരു പാർട്ടി പ്രവർത്തിക്കേണ്ടത്. അവരുടെ ബോധ്യത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യണമെന്നല്ല പറയുന്നത്. ഇവിടെ സ്വന്തം നേതാക്കളെങ്കിലും വിശ്വസിച്ചുകൂടെ? അണികളെ വിട്. കാരണം കുറെ ഫാൻസുകാരെ ണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ.
ഇപ്പോൾ തന്നെ സജനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അന്ന് വന്ന നിമിഷം ഇയാളെ പടിയടിച്ച് പിണ്ടം വെക്കണമെന്ന് സജന പറഞ്ഞ ആ ദിവസം സോഷ്യൽ മീഡിയ എടുത്തു വെച്ച് നോക്കിയാൽ അറിയാം സജനയ്ക്കെതിരെ വലിയ വിമർശനമാണ്. അതാരാണ് നടത്തുന്നത്? ഈ PR വർക്കുകാരാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരു വലിയ PR സംഘമുണ്ട്. ഒരക്ഷരം രാഹുലിനെതിരെ മിണ്ടിയാൽ പിന്നെ അയാളെ നിർത്തിപ്പൊരിക്കുകയായിരിക്കും ചെയ്യുക. ഞങ്ങളുടെ റിപ്പോർട്ടർ ആരാണ്? ഡാൻ കുര്യനെതിരെ എത്രമാത്രം വിമർശനങ്ങളായിരുന്നു. ഏതോ ഒരു കുമ്പിള എന്നുള്ള പറഞ്ഞ ഒരാൾ, അയാളിപ്പോൾ മിണ്ടുന്നില്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ ഉന്നയിച്ചത് ഫേസ്ബുക്കിലൂടെ? നോക്കൂ മഞ്ജുഷ്, ഇത് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ കോൺഗ്രസ് നൽകിയിട്ടുള്ള വാഗ്ദാനം എന്താണ്? ഞങ്ങൾ ആലോചിച്ച് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ഞങ്ങൾ ഇതുവരെ മാതൃകാപരമായിട്ട് ഈ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും ഞങ്ങൾ മാതൃകാപരമായി സ്വീകരിക്കും എന്ന് തൻ്റെ ഇടത്തോടെ ആർജവത്തോടെ ഈ കേരള സമൂഹത്തിൻ്റെ മുമ്പാകെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൂടിയാലോചനകൾ വേണ്ടി വരും. ഇതൊക്കെ ഒരു എക്സ്ക്യൂസ് ആണോ സജന? നേതാക്കൾ പലയിടങ്ങളിലാണ്, തെരഞ്ഞെടുപ്പിന്റെ തിരക്കാണിപ്പോൾ, കൂടിയാലോചന വേണ്ടി വരും. ഇതൊക്കെ ഒരു എക്സ്ക്യൂസ് ആണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അടുത്ത നടപടിക്ക്? സജന കേട്ടില്ലേ? സജന കേട്ടോ? അല്ല, ഇപ്പോൾ നേതാക്കൾ പലയിടങ്ങളിലാണ്, തെരഞ്ഞെടുപ്പിന്റെ തിരക്കാണ്, കൂടിയാലോചന നടക്കുന്നില്ല. ഇതൊക്കെ ഒരു എക്സ്ക്യൂസ് ആണോ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വൈകുന്നതിൽ? നോക്കൂ, ഇവിടെ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നതിനെ പറ്റി ഈ പാർട്ടിയിൽ ഒരു രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. കൃത്യമായ നിലപാട് ഇതിനോടകം തന്നെ പകുതി വരെയെങ്കിലും കൈക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ഒരു ആശയക്കുഴപ്പമെന്നോ അല്ലെങ്കിൽ അത് മറ്റൊരു രീതിയിലേക്കോ അതിനെ ചിന്തിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇവിടെ പറഞ്ഞതുപോലെ KC വേണുഗോപാൽ അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു എന്നുള്ള തരത്തിൽ സംസാരം വന്നു. ഒരിക്കലുമില്ല. അദ്ദേഹത്തിൻ്റെതായ നിലപാട്, പാർട്ടിയുടെ നിലപാട് വ്യക്തമായ രീതിയിൽ, ഈ പാർട്ടിയുടെ സ്ത്രീപക്ഷമായ നിലപാട് എന്താണ് എന്നുള്ളത് ശ്രീ KC വേണുഗോപാൽ ഇതിനോടകം തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അറിയിച്ചതുമാണ്. ഇപ്പോ ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ വ്യക്തമായ എല്ലാ കാര്യങ്ങളും ചർച്ചകളും ഒക്കെ 24 മണിക്കൂറും ഇങ്ങനെ മാധ്യമങ്ങൾക്ക് ലൈവ് കൊടുക്കണം എന്നില്ലല്ലോ. പാർട്ടിക്ക് പാർട്ടിയുടേതായ ചില അജണ്ടകളുണ്ട്, അതിലൂടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഉറപ്പായും രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ സസ്പെൻഷൻ മാറ്റി ഡിസ്മിസൽ എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളതിൽ യാതൊരു രീതിയിലുള്ള സംശയം മാധ്യമങ്ങൾക്കോ മറ്റു പാർട്ടി പ്രവർത്തകർക്കോ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർക്കോ വേണ്ട എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ശരി, ശ്രീ റജി ലൂക്കോസ്, ഈ മുകേഷിന്റേത് തീവ്രത കുറഞ്ഞ പീഡനം, രാഹുലിന്റേത് തീവ്രത കൂടിയത് എന്ന രീതിയിലാണല്ലോ CPM-ന്റെ നിലപാട്. ലസിത നായർ എന്നുള്ള വനിതാ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന്. അതുപോലെയൊന്നും അല്ല കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് കേട്ടോ. മഞ്ജുഷ്, എനിക്ക് സന്ദർഭത്തിന് അടർത്തിയെടുത്ത ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഒരു വാക്ക് ഇവിടെ മഞ്ജുഷ് ഉപയോഗിച്ചു, ഡാന്റെ കാര്യം ഉപയോഗിച്ചു, ഡാൻ കുര്യനെ ഇവർ വേട്ടയാടിയത് എനിക്കും അറിയാം. വളരെ മൃഗീയമായിട്ട് ഡാൻ ഒരു ധീരതയുള്ള ചങ്കുറ്റത്തോടെ വാർത്തകൾ പുറത്തുവിടുന്ന ഒരു മാധ്യമപ്രവർത്തകർ. ഏറ്റവും വലിയ ഉദാഹരണം വിഴിഞ്ഞ സമരം. എനിക്കത് വളരെ വ്യക്തമായിട്ടറിയാം. വിഴിഞ്ഞത്തിൽ മറ്റു മാധ്യമപ്രവർത്തകരൊക്കെ ഒന്ന് മാറി നിന്നപ്പോൾ ആ സമരക്കാരെ പിന്തുണച്ചപ്പോൾ സത്യസന്ധമായ രീതിയിൽ അതിന്റെ പിന്നാമ്പറങ്ങൾ പുറത്തുകൊണ്ടത് മാധ്യമപ്രവർത്തകരാണ് ഡാൻ കുര്യൻ. എനിക്ക് അതിൽ ആ കാര്യത്തിൽ ഡാൻ കുര്യനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. ഞാനും ആ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇനി പോട്ടെ, ഇവിടെ ഒരു വാക്ക് പറഞ്ഞു നമ്മുടെ VD സതീശൻ ഉച്ച കഴിഞ്ഞ് പറഞ്ഞതിനെ കുറിച്ച്. നിങ്ങൾക്കറിയോ VD സതീശൻ പറയാനുള്ള കാരണത്തെ കുറിച്ച്? ഇന്നലെ അദ്ദേഹം പറഞ്ഞത് അറിയോ? ഇന്നലെ അദ്ദേഹം പറഞ്ഞത് അറബിക്കടൽ ഇളകി വന്നാലും എന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞു. ഇന്നലെ 2 മണിക്ക് പറഞ്ഞ ഉച്ചയ്ക്ക്. ഇന്ന് രാവിലെ കേരളത്തിലെ മുതിർന്ന ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ മുഴുവനും പറഞ്ഞൊരു വാചകമുണ്ട്. ആരൊക്കെയാ പറഞ്ഞേ? അവരുടെ മുതിർന്ന നേതാക്കന്മാരിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫോക്കേഴ്സ് ഒഴിച്ചുള്ള എല്ലാവരും പറഞ്ഞു 10:30 നിങ്ങൾ എല്ലാവരും ഒരു ബ്രേക്കിംഗ് വാർത്ത കൊണ്ടുവന്നത്. എന്താ കൊണ്ടുവന്നത്? ഹൈക്കമാൻഡ് ഇയാളെ ശക്തമായ നടപടി എടുക്കാനായിട്ട് സംസ്ഥാന KPCC പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും ആണല്ലോ. അപ്പോൾ നേതാക്കന്മാര് പറഞ്ഞെന്താ മാധ്യമങ്ങളോട്? 11:00 ഞങ്ങളുടെ പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണും, പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരുൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങൾ മാധ്യമപ്രവർത്തകർ ആകാംക്ഷയോടെ ഇരുന്നു. ഈ KPCC പ്രസിഡന്റ് വന്നിട്ട് എന്താ പറഞ്ഞേ? ഒരുമാതിരി ഉത്തരവാദിത്തം ഇല്ലാതെ തമാശ പോലെ ഞങ്ങള് നടപടിയെടുത്തു, ഇതിലപ്പുറം ഞങ്ങൾക്കൊന്നും നടപടി എടുക്കാനുള്ള നിയമത്തിന്റെ വഴിയെ പോട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ഇളിഫരായ ആരൊക്കെയാ? ഉറച്ച നിലപാടെടുത്ത KM മുരളീധരൻ, VD സതീശനെ പോലുള്ളവരാ. അപ്പൊ ആ VD സതീശന് ഉച്ചയ്ക്ക് ശേഷം
അദ്ദേഹം അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തുന്നുണ്ട്, അദ്ദേഹത്തിന് നിലപാടിനെ ഞാനും അഭിനന്ദിക്കുന്നു. ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ പാർട്ടി എന്ന് പറഞ്ഞേ. ഇപ്പൊ ഇവിടെ നമ്മുടെ ബഹുമാനായ 2 വനിതാ നേതാക്കളുണ്ട്, സജിനി ഉൾപ്പെടെയുള്ളവര്. അവരുടെ നിലപാട് എന്താന്ന് അവർ പറഞ്ഞു കൃത്യമായിട്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് നിന്നുള്ള ആ വനിതാ നേതാവ് പറഞ്ഞെന്താ, അയാളെ കുറിച്ചും അയാളുടെ നെഗറ്റീവ് ആക്ടിവിറ്റീസിനെ കുറിച്ചും അവർ പച്ച വെളിച്ചം പോലെ ഈ മാധ്യമത്തിലൂടെ പറഞ്ഞു. അപ്പോൾ അതാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ മുകേഷിനെ കമ്പയർ ചെയ്തോളൂ. ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ CPM-നെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്, റെജിയും ഈ സജനയും, എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കള്. നിങ്ങൾക്കറിയോ ഈ പെൺവാണിപ്പ് ഒന്നും വേണ്ട CPM-ൽ നിന്ന് ഒരാളെ പുറത്താക്കാൻ. സാക്ഷാൽ MP രാഘവനെ ഈ പാർട്ടി എടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ട്. PV കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ ഒരു കാലത്ത് ഈ കേരളത്തിലെ മുടിചൂടാമെന്നായിരുന്ന LDF-ന്റെ കൺവീനറായിരുന്നു PV കുഞ്ഞിക്കണ്ണൻ. ലാസ്റ്റ് വേർഡായിരുന്നു നിഷ്കരണം തെറ്റിയതിന്റെ ഒരു പുറത്തേക്ക് ഇട്ടു. അങ്ങനെ എത്രയോ പേരെ ഈ പാർട്ടി പുറത്തേക്ക് ഇട്ടിരിക്കുന്നു. അതുപോലെയാണോ ഇപ്പൊ നിങ്ങൾ പോലും അവന് അവകാശപ്പെട്ട, നിങ്ങൾ പോലും പുറത്താക്കണമെന്ന് പറഞ്ഞ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നത് CPM ആ മാതൃക സ്വീകരിച്ചില്ലെന്ന് പറഞ്ഞ അല്ല, MP രാഘവന്റെ കാര്യം പറയേണ്ട, അതൊക്കെ നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നത്തിന്റെ പേരിലായിരുന്നു. അല്ലല്ല, ഈ വിഷയത്തിൽ നിങ്ങൾ മടി കാണിക്കുകയാണ് എപ്പോഴും. അതാണല്ലോ ഒരു വനിതാ നേതാവ് തന്നെ, പേരെന്താണ് വനിതാ നേതാവിന്? ലസിത നായർ. അവർ തന്നെ പറഞ്ഞത് എന്താണ്, മുകേഷിന്റേത് തീവ്രത കുറഞ്ഞ പീഡനവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീവ്രത കൂടിയ പീഡനവുമാണെന്ന്. അങ്ങനെ കമ്പാരിസൺ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ധാർമ്മികമായിട്ട് ഇതിനകത്ത് ഒരു അവകാശവുമില്ല പറയാൻ. ഇത്തരത്തിലുള്ള ഏത് ചർച്ചകൾ വരുമ്പോഴും CPM ബാക്ക് ഫുട്ടിലാണ്. അവിടെ കോൺഗ്രസ് ബാക്ക് ഫുട്ടിൽ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് മാങ്കൂട്ടത്തിനെ ഇങ്ങനെ സംരക്ഷിക്കരുതെന്ന്. ശ്രീയത്ത് സംശയമുണ്ടോ അക്കാര്യത്തിൽ? അല്ല, ഈ ലസിതമാണെന്നൊന്നും പറയുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കളൊന്നുമില്ല. അവരുടെ വായിൽ വന്നൊരു വിവരക്കേടാണ്. ഈ മുകേഷിന്റെ കാര്യങ്ങളാണ് നിങ്ങൾ അങ്ങനെ വേറെ ഇട്ടിട്ടുണ്ട്. എൽദോസ് കുന്നപ്പള്ളി MLA, വിൻസെന്റ് കോവളത്തെ ഇത്, അവർ രണ്ടുപേരെ നിങ്ങൾ എന്തുകൊണ്ടാണ് പുറത്താക്കാനും നേരത്തെ? മുകേഷിനെ പരാതി കൊടുത്ത സ്ത്രീ ഇപ്പൊ ജയിലില്ല. അറിയോ എന്താ കാരണം? മുകേഷിനെ ആരോപിച്ചതിനേക്കാളും മൃഗീയമായ ഒരു പെൺകുട്ടിയെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ മുകേഷിനെ 14 വർഷങ്ങൾക്ക് മുമ്പ് അവരുണ്ടാക്കിയ ഒരു വാട്സാപ്പ് അത് പറഞ്ഞുകൊണ്ടാണോ ഈ നിങ്ങൾ ഈ പറയുന്നത് രാഹുൽ രാഹുലിന്റെ കാര്യത്തിലും ഈ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നത് വരെ നോക്കിയിരിക്കാം എന്നുള്ള കോൺഗ്രസ് നിലപാടും നിങ്ങളുടെ നിലപാടും ഒന്നു തന്നെയായിരുന്നു. അങ്ങനെയാണല്ലോ നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നല്ലോ. ഇത് കള്ളക്കേസാണ്, അത് തെളിഞ്ഞു വരുമെന്ന് നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനും ആ ആനുകൂല്യം കൊടുക്കുക. പിന്നെ ഈ പറയുന്ന വിൻസെന്റിന്റെ കാര്യവും എൽദോസിന്റെ കാര്യവും അല്ലേ, അത് അല്ലല്ല, അതെന്തോ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണ് എന്നുള്ള നിലപാടായിരുന്നു കോൺഗ്രസിനുള്ളത്. അത് ശരിയായ നിലപാടായിരുന്നില്ല. ശരി ശ്രീയത്ത്. ശ്രീ മഞ്ജുഷ്, ഇതില് എനിക്ക് വ്യക്തിപരമായി കുറച്ച് സങ്കടം കൂടിയുണ്ട് ഇതിൽ പ്രതികരിക്കുന്നതിന്. കാരണം നമ്മളിപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്ന ശ്രീമതി ലസിത നായർ എൻ്റെ അയൽവാസിയാണ്. എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന അവിടുത്തെ ഒരു ടീച്ചറാണ്. ഞങ്ങൾ ലസിത ടീച്ചർ എന്ന് വിളിക്കുന്ന ആളാണ്. വളരെ ലെവൽ ഹെഡായിട്ട് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഇന്ന് ആ രീതിയിലത്തേക്കുള്ള ഒരു പ്രതികരണം ലസിത ടീച്ചറിൻ്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഞെട്ടലാണ് ഉണ്ടായത്. കാരണം നമ്മുടെ ധാർമ്മികമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എത്രത്തോളം വലിയ അബദ്ധം ഒരു ടീച്ചർക്ക് പോലും പറഞ്ഞു പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അപകടം. അപ്പോൾ ഇവിടെ നമ്മൾ സമൂഹത്തിൽ കൊടുക്കേണ്ടുന്ന ധാർമ്മികത എവിടെയാണ്? നമ്മൾ ഇതുവരെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ ശീലിച്ചിരിക്കുന്ന ധാർമ്മികത എവിടെയാണ്? ഇതെല്ലാം തന്നെ ഇവിടെ ഡിബേറ്റബിളായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും തീവ്രത കുറഞ്ഞ പീഡനം, തീവ്രത കൂടിയ പീഡനം ഒരിക്കലും ഒരാളും പറയാൻ പാടില്ലാത്തതാണ്. തന്നെയുമല്ല, പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ് ഇതിലേതെങ്കിലും ഒരെണ്ണം തീവ്രത കൂടിയ പീഡനമാണ്, മറ്റൊന്ന് തീവ്രത കുറഞ്ഞ പീഡനമാണ് എന്ന്. പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് പാലക്കാട് ശ്രീ PK ശശിയുടെ വിഷയമുണ്ടായപ്പോൾ എങ്ങനെയാണ് കേരളം മൊത്തം ഈ തീവ്രതയെക്കുറിച്ച് ചർച്ച ചെയ്തത് എന്നതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതറിയാവുന്ന ഒരാൾ ഒരിക്കലും അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല. ഒരിക്കലും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ്. അവരുടേതെന്നല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒരു മനുഷ്യന്റെയും പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെയും ഭാഗത്ത് നിന്ന് സഹജീവിയുടെ ബുദ്ധിമുട്ട് എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അവിടെ നമ്മൾ തീവ്രതയും അതിന്റെ സ്കെയിലും ഒന്നും കൊണ്ടല്ല നമ്മൾ പോകേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ രണ്ടാം പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. ഒരു അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ ശ്രീധർ. രണ്ടാമത്തെ പരാതിയിലും കേസ് എടുത്തിട്ടുണ്ട്. ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചിന്റെ FIR വന്നിരിക്കുന്നത് കേട്ടോ. ശ്രീധർ തുടർന്നോളൂ. മഞ്ജുഷ്, ഇതിലുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ കോടതി നാളത്തേക്ക് ഇതിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യം വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു സ്ത്രീ വിവാഹിതയാണ് എങ്കിൽ എങ്ങനെയാണ് കോടതി പരിഗണിക്കുക, അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അടക്കം നേരത്തെ പറഞ്ഞിട്ടുള്ള റൂളിങ്സ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ ഇവിടെ നാളെ കോടതി ഇത് പരിഗണിക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് കോടതി ഒരിക്കലും കേസിന്റെ മെറിറ്റുകളിലേക്ക് പൂർണ്ണമായിട്ട് പോവില്ല. പക്ഷേ രണ്ടാമത് ഒരു കേസ് കൂടി അവിടെ ചാർജ് ചെയ്തിട്ടുണ്ട് എന്ന് വന്നാലും
അത് അവിവാഹിതയായിട്ടുള്ള ഒരാളാണ് എന്ന രീതിയിലത്തേക്ക് വന്നു കഴിഞ്ഞാൽ, വിവാഹ വാഗ്ദാനം കൊടുത്തിട്ടാണ് പീഡിപ്പിച്ചത് എന്നത് വന്നു കഴിഞ്ഞാൽ, അതും ക്രൂരമായ ശാരീരിക പീഡനമായിരുന്നു എന്നത് വന്നു കഴിഞ്ഞാൽ, കോടതി അതിനെ എല്ലാം കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്ന രീതിയിലത്തേക്ക് കൺസിഡർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നതിന് മുൻപ് പുറത്താക്കിയിരുന്നുവെങ്കിൽ, അതല്ല നാളെ കോടതി ഇത് പരിഗണിക്കുന്ന സമയത്തിന് മുമ്പെങ്കിലും പുറത്താക്കിയിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും ചുരുങ്ങിയത് മുഖം രക്ഷിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോഴും കോൺഗ്രസിന് ആ ഒരു പിടിവള്ളി എവിടെ കിടക്കുന്ന സമയത്തും അതിനെ ഉപയോഗിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിന്റെ തന്നെ ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട വനിതാ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ നോക്കൂ. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ഞാൻ എന്താ ഇവിടെ ഒരു പ്രസ്താവന എടുത്തു വെച്ചിട്ടുണ്ട്. അത് മറ്റാരുടേതുമല്ല, വയനാട് MP ആയിട്ടുള്ള ശ്രീമതി പ്രിയങ്ക ഗാന്ധി വാദ്രയുടേതാണ്. 2019 ജൂലൈ മാസം 29 അവർ ട്വിറ്ററിൽ ഇട്ടിരിക്കുന്ന ഒരു ട്വീറ്റാണ്. നമുക്കറിയാമല്ലോ, അന്ന് BJP നേതാവ് കുൽദീപ് സിംഗ് സെൻഗാർ, അദ്ദേഹം ഒരു MLA ആണ്. അദ്ദേഹം ഇതേപോലെ തന്നെ ഒരു പീഡന കേസിൽ വരുന്നു. MLA ആയിരിക്കുക എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണോ അതേ സ്റ്റാറ്റസ് തന്നെയാണ്. അന്ന് ഈ പ്രിയങ്ക ഗാന്ധി ട്വീറ്റ് ചെയ്ത് ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ BJP വെയിറ്റിംഗ് ഫോർ? BJP എന്തിനാണ് കാത്തിരിക്കുന്നത്? Why has this man not been expelled from their party even when his name is in the latest FIR? ഞാൻ ചോദിക്കുന്നത്, FIR-ൽ പേര് വന്നതിന് ശേഷവും ഈ ആളിനെ പാർട്ടി എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. പറയുന്നത് ധാർമ്മികതയ്ക്ക് ഈ കോൺഗ്രസ് വേറെ ക്ലാസ് തപ്പിപ്പോണോ? ഇത് ഇന്നത്തെയോ ഇന്നലത്തെയോ നിലപാടല്ല, 2019 നിലപാടാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് ഈ വിഷയം അറിയില്ല എന്ന് പറയാൻ കഴിയുമോ? പ്രിയങ്ക ഗാന്ധി ഈ വിഷയം ഇതുവരെ അറിഞ്ഞിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറിയില്ല പറയാൻ കഴിയുമോ? നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു MP ആണ്. അടൂർ പ്രകാശ് പ്രതികരിക്കുന്നത് പോലെ, രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിക്കുന്നത് പോലെ, K. സുധാകരൻ പ്രതികരിക്കുന്നത് പോലെ മറ്റൊരു MP ആണ്. പക്ഷെ പ്രതികരണമില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അപ്പോൾ മറ്റു പാർട്ടികളിലുള്ള ആൾക്കാരാകുന്ന സമയത്ത് സ്ത്രീക്ക് സംരക്ഷണം ഒരുക്കുകയും നമ്മുടെ പാർട്ടിയിലുള്ള ആളാകുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് യുക്തിയല്ല, യുക്തിഹീനമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണ്ടേ? ശരി, സജനയും പരാതി കൊടുത്തതാണ് അല്ലേ? പ്രിയങ്കയ്ക്ക് പരാതി കൊടുത്തില്ലേ സജന? കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ IT സെൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പൊളിച്ചെഴുത്ത് നടന്നിരിക്കുന്നതും. കാര്യം മൃഗീയമായ ഒരു സൈബർ അറ്റാക്ക് നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് IT സെല്ലിന്റെ തലപ്പത്തേക്ക് ഹൈബി ഈഡനെ ചുമതല കൊടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഓരോ രീതിയിലും ആവശ്യമുള്ള നടപടികൾ കൃത്യമായ രീതിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പ്രിയങ്ക ഗാന്ധി മറുപടി പറഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റൊരു നേതാവ് മറുപടി പറഞ്ഞില്ല എന്നുള്ളതല്ല. കേരളത്തിൽ കോൺഗ്രസിന് മറുപടി പറയാൻ കോൺഗ്രസിന്റേതായ നേതാക്കളുണ്ട്. അവർ കൃത്യമായ രീതിയിൽ മറുപടി നൽകും. അവർ പറയുന്ന കാര്യങ്ങൾ, നടപടി സ്വീകരിക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ നടപടി അവർ കൈക്കൊള്ളുക തന്നെ ചെയ്യും. സജനയ്ക്കും ഇക്കാര്യത്തിൽ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നുവല്ലോ, ഇപ്പോഴും അത് തുടരുന്നുണ്ടല്ലോ സജന. ഒരു സെക്കൻഡ്, സജനയ്ക്ക് ഇതിന്റെ പേരിൽ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നതല്ലേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്? തീർച്ചയായും അത് അവരെ ആരെയും ഒരു കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം ആൾക്കാരെ തന്നെ ചിത്രീകരിക്കാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലൊരാൾക്ക് PR കമ്പനികൾക്ക് കാശുകൾ വാരി എറിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലൊരാൾക്ക് ഏത് പാർട്ടിക്കാരെ വേണമെങ്കിലും ആ കാശ് കൊടുത്ത് അവർക്ക് വാങ്ങാൻ കഴിയും. ഇപ്പോ രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ ഇന്ദിരാഗാന്ധിയുടെയോ ഒക്കെ ചിത്രം പതിച്ച ഒരു അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമല്ല എനിക്ക് വരുന്നത്. മുഖം ഏതാണെന്നറിയാതെ ലോക്കായ പ്രൊഫൈലുകളിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. അവർ ഏത് പാർട്ടിക്കാരാണ് എന്നുള്ളതിലല്ല, അവർ കാശ് കൊടുത്താൽ ആർക്കു വേണ്ടിയും സംസാരിക്കാൻ നിൽക്കുന്ന കുറച്ച് വെട്ടുക്കിളി കൂട്ടങ്ങളാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നത്. അതൊരിക്കലും ഒരു കോൺഗ്രസ്സുകാരായിട്ട് ഞങ്ങൾക്ക് പൂർണ്ണമായി കോൺഗ്രസ്സുകാരനായിട്ട് അയാളെ ചിത്രീകരിക്കാൻ കഴിയില്ല. സജന, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഷഹനാസ് പറഞ്ഞതുകൂടി കൂട്ടി വായിച്ചാൽ ഇങ്ങനെയൊരു ആളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരരുതായിരുന്നു. അങ്ങനെ ചെയ്ത കോൺഗ്രസ് നേതൃത്വത്തിന് തെറ്റുപറ്റിയെന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരുമല്ലോ. പല ആരോപണങ്ങൾ രാഹുലിനെതിരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലും വന്നതാണ്. ഇപ്പോൾ ഷഹനാസ് തുറന്നു പറഞ്ഞ പോലെ പലരും പറഞ്ഞിട്ടുണ്ടാവും ആ സമയത്തും. അത് പാർട്ടിക്കുള്ളിലെ വിഷയങ്ങളാണ്. അത് കൃത്യമായ രീതിയിൽ അതിലെ ഒരു അപ്ഡേറ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആരൊക്കെ പരാതി നൽകിയിട്ടുണ്ട്, തുറന്നു പറയാൻ ആരൊക്കെ തയ്യാറായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ നേതൃത്വത്തിന്റെ അടുത്തേക്ക് ഇത് എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായ ഒരു വിവരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം വ്യക്തമായ ഒരു കാര്യത്തെ മനസ്സിലാക്കാതെ പാർട്ടിയെ അല്ലെങ്കിൽ പാർട്ടിയിലെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ തുറന്നു പറയുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട്. ശരിയാണ്, എനിക്ക് മനസ്സിലാവാൻ കാര്യം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് സജന എന്തായാലും ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. കാരണം പാർട്ടിയിൽ എത്രമാത്രം ബുദ്ധിമുട്ട് ഇത് ഉണ്ടാക്കും എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സജന ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നുകൂടി വീണ്ടും ഒരു FIR കൂടി വന്നിരിക്കുകയാണ്. അതായത് 2 കേസിലും പ്രതിയായിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ സജന
പറഞ്ഞോളൂ. ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പാർട്ടി നേതാക്കൾ മനസ്സിലാക്കേണ്ടതല്ലേ? അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ തുടക്കം മുതലേ ഈ ചർച്ചയുടെ എന്നല്ല, ഞാൻ ഈ തുടക്കം നാൾ മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ പാർട്ടിക്ക് എത്രത്തോളം ദോഷകരമായി അത് ബാധിക്കും എന്നുള്ളതും, ഇനിയും തുടർന്നു പോയാൽ പാർട്ടിയുടെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് എത്രത്തോളം വിള്ളലേൽക്കും എന്ന് ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതൊക്കെ എത്രയും വേഗം നേതാക്കൾ മനസ്സിലാക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആ ഒരു രീതിയിൽ ഇന്ന് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലൊരു വ്യക്തിയെ പുറത്താക്കുകയും ആ കോൺഗ്രസിന്റെ ലേബലിൽ MLA ആയ ആ MLA എന്ന 3 അക്ഷരത്തെ എത്രയും വേഗം എടുത്തു മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പാർട്ടി കൈക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഉടനടി തന്നെ ആ പാർട്ടി അത് ചെയ്യും. ശരി റജി, ഉടനടി തന്നെ പാർട്ടി നടപടി എടുക്കുമെന്ന് തന്നെയാണ് സജനയുടെ പ്രതീക്ഷ. കോൺഗ്രസ് ആയതുകൊണ്ട് ഇങ്ങനെയൊരു പ്രതീക്ഷ ഇല്ലാതാകുമെന്ന് തോന്നുന്നില്ല കേട്ടോ, കാരണം കോൺഗ്രസ് അങ്ങനെ ചെയ്ത് ചരിത്രമുള്ള പാർട്ടിയാണ്. അല്ല, ബഹുമാനപ്പെട്ട സജനയ്ക്കും കൂടി ഒരു മറുപടി ഞാൻ പറയാം. എന്തുകൊണ്ടാണ് മുതിർന്ന നേതാക്കന്മാര് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടും താരതമ്യേന ദുർബലനായ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇയാളെ പുറത്താക്കാത്തത് എന്നുള്ള ഒരു ഒറ്റ മറുപടി പറയാം. വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന സംഭവം. ഷാഫി പറമ്പലിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വാഴിക്കാനായിട്ട് ഗൾഫ് കേന്ദ്രമായിട്ട് വലിയൊരു സമ്പന്ന ലോബി വലിയ രീതിയിൽ പണം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഷാഫി പറമ്പലിന്റെ രാഷ്ട്രീയ സൃഷ്ടിയായ നിർബന്ധിതമായിട്ടും ഒരു MLA ആക്കിയ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം, അതുപോലെ തന്നെ ആ നെക്സസിൽ പെടുന്ന ഈ പറയുന്ന പാലക്കാട് MP, അതുപോലെ തന്നെ നമ്മുടെ അടൂർ പ്രകാശിനെ പോലുള്ളവരൊക്കെ ഉള്ള ഒരു ചെറിയ സംഘം ഈ പാർട്ടി എന്ന് കേരളത്തിൽ എന്താ പറയുക, ആ ഒരു സംഘം ഹൈജാക്ക് ചെയ്യാനുള്ള കാരണത്തിന്റെ പിന്നിൽ നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഗൾഫിൽ നിന്ന് എത്രയോ പേര് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പിന്നാമ്പുറം കേരളത്തിലുണ്ട്. നേരത്തെ കേരളത്തില് സ്വാമിവാദികൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും അല്ല ഇവരുടെ കൂട്ടുകെട്ടെന്ന് പറയുന്നത്. ഇതൊരു ഉത്തരേന്ത്യൻ മാതൃകയിലുള്ള രാഷ്ട്രീയ കൾച്ചർ കേരളത്തിൽ ഇവർ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് പറയുന്നത്. അതായത് ഇൻഡയറക്റ്റ് മാർഗത്തിലൂടെ അതിനിവര് ഗൾഫ് കേന്ദ്രമായിട്ട് വലിയൊരു സൈബർ സെല്ല് തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ മുതിർന്ന നേതാക്കളുടെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും എല്ലാം തെറി വിളിച്ചുകൊണ്ട് വരുന്ന വനിതാ നേതാക്കന്മാർക്ക് ഉള്ളതിനെ പോലെ ഇതുപോലെ പള്ളി പറയുന്നതെല്ലാം ഗൾഫ് കേന്ദ്രമായിട്ടുള്ള ഒരു ക്രിമിനൽ സംഘമാണ്. അതാണ് പറയുന്നത്. കേരള പോലീസിന് ഒന്നും ഇവരെ പിടിക്കാൻ പറ്റുന്നില്ല ഈ സംഘത്തിനെ, ഈ സൈബർ. നിങ്ങൾ നോക്കിയോ, ഒരു ഒറ്റ പ്രൊഫൈൽ പോലും ലോക്ക് ചെയ്യാത്തതില്ല. അല്ല, കേരള പോലീസ് വിചാരിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല? ശ്രീ റെജി ലൂക്കോസ്, അറസ്റ്റ് ഒന്നും കോടതി തടഞ്ഞിട്ടില്ല. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ കഴിയാത്തത് കേരള പോലീസിന്റെ ഒരു വീക്ക്നെസ് അല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം കൊടുക്കുന്നത് കർണാടകയിൽ ഭരിക്കുന്ന ആ സർക്കാരാണെന്നുള്ള ഒരു പകൽ വെളിച്ചം പോലെ സത്യമാണ്. അത് പിന്നെ എത്ര നാളുകൾ ഒളിച്ചു നടക്കും? ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം. എടോ വിജയ, ആഭ്യന്തരമന്ത്രി വാഴ, ഈ എടോ എന്ന് വിജയ എന്ന് വിളിക്കുന്ന ആരെയാ? അയാളുടെ അച്ഛനേക്കാളും പ്രായമുള്ള ഒരു വയോധികനായ കേരളം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അയാൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മാന്യമായ ഭാഷ ഉപയോഗിക്കാം. ഇന്ന് അയാൾ എവിടെ കിടക്കുന്നു? അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുണ്ടോ? ഇപ്പൊ പറയുന്ന അയാൾ കാട് കയറിക്കൊണ്ടിരിക്കുകയാണെന്നാ പറയുന്നത്. ഇത്ര എന്തെല്ലാം വാചകങ്ങൾ അയാൾ അടിച്ചുകൊണ്ടിരുന്നേ. അപ്പൊ ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ പൈതൃകത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആരും രാഷ്ട്രീയത്തിൽ വന്നാൽ കേരളത്തിൽ അതൊരിക്കലും ചൂടുറപ്പിക്കത്തില്ല. ഇന്ന് കേരളത്തിന് ഒരു ബാധ്യതയും അപമാനവുമായി മാറിയിരിക്കുന്ന മനുഷ്യൻ ഇവിടെ നമ്മളെ ചർച്ച ചെയ്യപ്പെട്ട ബഹുമാനരായ 2 വനിതാ നേതാക്കളും ഒരാള് അവരുടെ അനുഭവം തന്നെ പറഞ്ഞു, മറ്റേ വ്യക്തി ചങ്കുറ്റത്തോടെ പറഞ്ഞു അയാളെ പുറത്താക്കണമെന്ന്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇയാൾ അത്രയ്ക്കും എന്താ പറയാ സാമൂഹ്യദ്രോഹിയായോണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഈ CPM സഹയാത്രികർക്കും CPM നേതാക്കൾക്കും ഒക്കെ അവസരം കൊടുക്കണോ? ഇങ്ങനെ ഒരു കോൺഗ്രസ് MLA കുറിച്ച് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നതിന്? അയാൾ കോൺഗ്രസ്സുകാരനല്ല എന്നങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ? അതിന് മടിക്കുന്ന ഓരോ നിമിഷവും. ഇപ്പോൾ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ UDFന്റെ കയ്യിലുണ്ട്. ഒന്നും പ്രയോഗിക്കുവാൻ ഇപ്പോൾ കഴിയുന്നില്ല. അതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? നോക്കൂ മഞ്ജുഷ്, അതെല്ലാം നമ്മുടെ നാട്ടിൽ ഈ മാധ്യമങ്ങളല്ല ജനങ്ങളുടെ ഇടയിൽ ആ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ 2 കാര്യങ്ങൾക്ക് ഒരു മറുപടി ഉണ്ട്. അതായത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് ഇവിടെ ബഹുമാന്യനായ റെജി ലൂക്കോസ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. വെറുതെ അവിടെ എന്തോ ലോബിയൊക്കെ ഉണ്ടെന്നൊക്കെ അദ്ദേഹം ഈ പ്രേക്ഷകരോട് യഥാർത്ഥമായിട്ടുള്ള വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ലസിത നായരെ സംബന്ധിച്ച്
പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാന്യനായ ശ്രീജിത്ത് പണിക്കർ എത്ര പക്വമായ പരിഷ്കൃതമായ ഒരു സമീപനം അദ്ദേഹം അക്കാര്യത്തിൽ സ്വീകരിച്ചു. അതുകൊണ്ട് ഞാൻ അക്കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, ഈ കുൽദീപ് എന്ന അതിനെക്കുറിച്ച് ബഹുമാന്യായ പ്രിയങ്ക ഗാന്ധി സംസാരിച്ചു. ആ ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് BJP ഒരു തരത്തിലുള്ള നടപടിയും ആ MLA-ക്കെതിരെ സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ 4 തരത്തിലുള്ള നടപടികളാണ് ഇവിടെ കോൺഗ്രസ് പ്രസ്ഥാനം സ്വീകരിച്ചത്. ഇവിടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു തരത്തിലുള്ള തല ചായ്ക്കേണ്ടതായിട്ടോ വിഴുപ്പ് ചുമക്കേണ്ടതായിട്ടോ ഒരാവശ്യം വരുന്നില്ല. അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ നേരിടാനുള്ള കഴിവും ആർജവും അതിനുള്ള ഊർജവും ഇന്റർനാഷണൽ കോൺഗ്രസിനുണ്ട്. കാരണം ഇയാൾ എടുത്തിരിക്കുന്ന ഈ മോറൽ ടർപ്പിറ്റ്യൂഡ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അയാൾ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിൽക്കാനുള്ള ഒരു അവസ്ഥയിൽ ഇല്ലാതായിരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ ഇറ്റ്സെൽഫ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നവർക്കോ കോൺഗ്രസ് ആദർശത്തിൽ വിശ്വസിക്കുന്നവർക്കോ അക്കാര്യത്തിൽ ഒരു തരത്തിലും മാറേണ്ടത് ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഭരണക്കാർക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ മറയ്ക്കുവാനും ഒക്കെ നിൽക്കേണ്ടതായ ആവശ്യങ്ങളുണ്ട്. അല്ല, നോക്കൂ, ഞാനിവിടെ കുൽദീപ് സെൻഗാറിന്റെ കാര്യം പറഞ്ഞത് രണ്ടുപേരും സെർവിങ് MLA-മാരായിരുന്ന സമയത്ത് അതാത് പാർട്ടികൾ അവരെ സംരക്ഷിച്ചു എന്നുള്ള ആക്ഷേപമുള്ളത് കൊണ്ടാണ്. BJP അതേപോലെ ചെയ്തു എന്നുള്ള ആക്ഷേപം ആ സംസ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ ഇവിടെ അതേ തരത്തിലുള്ള ആക്ഷേപമാണ് ഈ കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ചുള്ളത്. അപ്പൊ 2 സ്ഥലത്തും പ്രൊട്ടക്ട് ചെയ്തു എന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ 2, എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കണമെന്ന് ആയിരുന്നില്ല പ്രിയങ്ക ഗാന്ധിയുടെ ട്വീറ്റ്. ഞാനത് വായിച്ചതല്ലേ. എക്സ്പെൽ ചെയ്യാത്തത് എന്താണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത് എന്താണ് എന്നാണ്. സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയല്ല, പ്രാഥമിക അംഗത്വം താൽക്കാലികമായി മരവിപ്പിക്കുക എന്നുള്ളതാണ്. എക്സ്പെൽ ചെയ്യുക എന്നതും സസ്പെൻഡ് ചെയ്യുക എന്നതിന്റെ അർത്ഥവ്യത്യാസം ഒക്കെ പ്രിയങ്ക ഗാന്ധിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർട്ടിയിലുള്ള ആളാണെങ്കിൽ നമ്മൾ അവരെ സ്വീകരിക്കുന്നു, മറ്റുള്ള പാർട്ടിയിലുള്ള ആളാണെങ്കിൽ നമ്മൾ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇത് തന്നെയാണ് ഈ ലസിത ടീച്ചറുടെ കാര്യത്തിലും കണ്ടത്. എന്താ പറഞ്ഞത്? മുകേഷിൻ്റെത് താരതമ്യേന കുഴപ്പമില്ലാത്തത്, മറ്റേത് വലിയ കൊടിയ തീവ്രത കൂടിയിരിക്കുന്ന പീഡനം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ആരൊക്കെയാ പറയുന്നത്? നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ, നമ്മുടെ നാടിന് മാതൃകയാകേണ്ടുന്ന, സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളെ പറ്റി പുരുഷനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ അറിയേണ്ടുന്ന സ്ത്രീകൾ തന്നെ ഈ രീതിയിൽ ചില പീഡനങ്ങളെ ലഘൂകരിച്ച് കാണുകയും ചില പീഡനങ്ങളാണ് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തിനാണെന്ന് ഇതിനൊക്കെ പോകുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കേസുകളിൽ കോൺഗ്രസിന് ഒരൊറ്റ നിലപാട് പോരെ. കോൺഗ്രസിന്റെ നിലപാട് മറ്റുള്ള പാർട്ടികളുടെ നിലപാടുമായി ആപേക്ഷികമായിട്ട് ഇരിക്കുന്നുണ്ടോ? കോൺഗ്രസിന് ഈ ഒരു സമയത്ത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രണ്ടാമതൊരു കേസ് കൂടി ചാർജ് ചെയ്യുന്നതിന് മുമ്പ് കോൺഗ്രസ് പുറത്താക്കിയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? കുറച്ച് നല്ല രീതിയിലത്തേക്കുള്ള ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസ് സേവ് ചെയ്യുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമെങ്കിലും ഉണ്ടാകുമായിരുന്നു. ഇതിപ്പോ അതിനുള്ള ഒരു അവസരമുണ്ടോ? ഇനി നാളെ ജാമ്യം കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്നാ ഇപ്പൊ പുറത്താക്കണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇപ്പൊ വീടുകളിലേക്ക് ചെല്ലുകല്ലേ? ശബരിമലയിലെ കൊള്ളക്കാരെ നിങ്ങൾ വീട്ടിലേക്ക് കയറ്റരുത്, ഈ ശബരിമല കൊള്ള നടത്തിയിരിക്കുന്ന ആൾക്കാരോട് കടക്ക് പുറത്ത് എന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീടുകളിലേക്ക് പോയി ഇപ്പൊ വോട്ട് ചോദിക്കുകയല്ലേ? ഞാൻ പറഞ്ഞ അതേ സമയത്ത് നിങ്ങളിൽ എത്ര പേരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാം, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളോട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണ്ടേ അയാൾ ഞങ്ങളോടൊപ്പം അല്ല, ഞങ്ങൾ അയാളെ പുറത്താക്കി കഴിഞ്ഞു, അയാൾ ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറയണ്ടേ? ഈ ദുരിതം ആർക്കാ? ശ്രീ VD സതീശനല്ല, ശ്രീ സണ്ണി ജോസഫിനല്ല, സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാർക്കാണ്. ഞാൻ പറഞ്ഞത് ഈ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാർ ഈ വെയിൽ കയറി, ഈ വെയിലത്ത് വീടുകൾ കയറി വിയർത്ത ഷർട്ടുമായിട്ടൊക്കെ പോകുന്ന സമയത്ത് അവരെ മോറലി കൂടി തളർത്തേണ്ടുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ഈ വീട്ടുകാർക്ക് കൊടുക്കണം. ഏറ്റവും ചുരുങ്ങിയ CPM-ന്റെ വീടുകളിൽ നിന്നോ BJP-യുടെ വീടുകളിൽ നിന്നോ ആൾക്കാർ ചോദിക്കില്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്താ? ഓക്കെ, ഈ സ്വർണ്ണക്കള്ളന്മാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അതിപ്പോ അന്വേഷിക്കുന്നുണ്ടല്ലോ, മറ്റേതിന്റെ കാര്യത്തിൽ എന്താ നിലപാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തെണ്ടിപ്പോവേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അത് ആ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകണം. മോറൽ നിലപാടെടുക്കണ്ടേ? നോക്കൂ, അങ്ങ് മനസ്സിലാക്കുക, 4 നടപടികൾ സ്വീകരിച്ചില്ലേ കോൺഗ്രസ് പ്രസ്ഥാനം? അടുത്തത് സ്വീകരിക്കാൻ അതൊക്കെ ഒരാളിനോട് ഈ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നതാണ് ഈ നാട്ടിലെ വോട്ടർമാരുടെ ആവശ്യമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതല്ല, ആത്മാർത്ഥമായി താങ്കൾ കരുതുന്നു? അല്ല, ഞാൻ ചോദിക്കുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് അസംബ്ലിയിൽ ഇരിക്കുന്നതിന് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കുക, അതോടുകൂടി ഈ പ്രശ്നത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയിട വന്നു കഴിഞ്ഞു നാട്ടുകാർ കരുതുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട നടപടി അംഗത്വത്തിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ, ഞാൻ ചോദിക്കുന്ന പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നു എന്ന് പറയുന്ന സമയത്തും താങ്കൾ കണ്ടതല്ലേ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ കൊടുത്തിട്ട് അതിന്റെ തർക്കം ഉണ്ടാകുന്ന സമയത്ത് ആ ചർച്ച ലീഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പാർട്ടി വേദിയിലുണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്ന് എക്സ്പെൽ ചെയ്തിരുന്നെങ്കിൽ വരാൻ പറ്റുമായിരുന്നു. നമ്മൾ പറയുന്നില്ലേ ശ്രീ റെജി, വെൽഫെയർ പാർട്ടി നേതാക്കൾ നിങ്ങളുടെ വേദികളിൽ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ പറയുന്ന ന്യായീകരണം ഒക്കെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ?
ഞാൻ കാര്യമായിട്ട് ചോദിക്കുക. ശരിയാണ്. ഒരു അതേപോലെയാണോ പാർട്ടി നിങ്ങൾക്ക് വേദികളിൽ അങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നു, പറയാൻ കഴിയുമോ? പാർട്ടിക്ക് വേണ്ടി അവിടെ പ്രചാരണം നടത്തിയിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അത് പുറത്താക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ രാഹുൽ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ചോദ്യം ഇതായിരുന്നു: മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ? വേണമെന്ന് 41% പ്രേക്ഷകർ, വേണ്ട എന്ന് 56%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.